കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾ ഒട്ടുനോട്ട് കൊണ്ടിരിക്കുന്ന IPL എൽ ക്ലാസിക്കോ മത്സരമാണ് ഇന്ന് ചെന്നൈ ചെപ്പോക്കിൽ 7:30 നടക്കാൻ പോകുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് രണ്ടാമത്തെ തവണയാണ് IPL 2026 ഏറ്റുമുട്ടാൻ പോകുന്നത്. കഴിഞ്ഞ തവണ ചെന്നൈയുടെ ഒപ്പമായിരുന്നു. സഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് ഒരു സെഞ്ചുറി തന്നെയാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്നൈക്ക് തന്നെ വേണം മുൻതൂക്കം നമ്മൾ നൽകാനായിട്ട്. എന്നാൽ മുംബൈ ഒട്ടും എഴുതിത്തള്ളാൻ പറ്റത്തില്ല. കാരണം റയാൻ റിക്കിൾട്ടൺ പോലെയുള്ള സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സ് ഫോമിനകത്ത് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറി, അതുകൂടാതെ മുംബൈക്ക് വല്ലാത്തൊരു തലവേദന എന്ന് പറയുന്നത് സ്റ്റാർ പ്ലേയേഴ്സ് പോലുള്ള സൂര്യകുമാർ യാദവ് ഇതുവരെ ഫോമിലോട്ട് ഉയർന്നിട്ടില്ല. എന്നാൽ ചെന്നൈയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഋതുരാജ് ഗായിക്വാഡ് കഴിഞ്ഞ മത്സരം ഫോമിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൂടാതെ സഞ്ജുവിന്റെ എന്ന പ്രകടനമാണ് നമ്മൾ ഏവരും കാത്തിരിക്കുന്നത്. തീർച്ചയായും ഈ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള IPL-ലെ ഏറ്റവും കണ്ട സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസികൾ രണ്ടും കൂടിയാണ്. അപ്പോൾ ആ 5 വീതം കിരീടങ്ങൾ നേർക്ക് വീണ്ടും വീണ്ടും പോരാടുമ്പോൾ നമ്മൾ ഇതറിയാം, മുംബൈയും ചെന്നൈയും തമ്മിലുള്ള 41 എൽ ക്ലാസിക്കോ മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ 22 തവണയും മുംബൈയാണ് കപ്പ് കൊണ്ടുപോയത് അല്ലേ? മുംബൈയുടെ കൂടെയായിരുന്നു വിജയം ഉണ്ടായിരുന്നത്. ഇത് ശരിക്കും തീ പാർന്ന മത്സരം തന്നെയാണ്. കാരണം ആദ്യത്തെ മത്സരം ചെന്നൈ വിജയിച്ചപ്പോഴത്തേക്കും രണ്ടാമത്തെ മത്സരം മുംബൈ തിരികെ വരുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രകടനം തന്നെ കാണാൻ പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായും ഇന്ന് ചെന്നൈയിലെ ഏറ്റവും ആരാധകർ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം MS ധോണി കളത്തിൽ ഇറങ്ങുമോ ഇല്ലയോ എന്ന് തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയുണ്ടോ? MS ധോണി പരിക്കിന്റെ പിടിയിലാണ്. എന്നാൽ അദ്ദേഹം ഉണ്ടെങ്കിൽ എൽ ക്ലാസിക്കോ കുറച്ചും കൂടെ ക്രിക്കറ്റ് പ്രേമികൾക്ക് കുറച്ചും കൂടെ ആഹാരമാകുന്നതാണ്. എന്നാൽ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തികച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഡക്കൌട്ടിലുള്ളത്. തീർച്ചയായും മഞ്ഞപ്പടയുടെ ഒരു മടങ്ങി വരവ്, അതിൽ എത്രത്തോളമാണ് നമ്മൾ ഇനി ഈ ഒരു അഗ്നിപരീക്ഷ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ ഇനി തിരിച്ചു വരേണ്ട ഒരു കാഴ്ച നമ്മൾ കാണേണ്ടത്? കാരണം ഈ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്വന്തം തട്ടകത്തിൽ തന്നെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അവസാന മത്സരത്തിൽ ഒരു തിരിച്ചടി നേരിട്ട പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെയായിരിക്കില്ലേ ഇത്തവണ ഇറങ്ങുക? ചെന്നൈയുടെ ഈ വർഷത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ 3 മത്സരവും സഞ്ജു പെർഫോം ചെയ്ത 3 മത്സരങ്ങളാണ് ചെന്നൈ വിജയത്തിലോട്ട് കയറിയിരുന്നത്. അപ്പോൾ ഇത്തവണ സഞ്ജുവിന്റെ ഒരു പെർഫോമൻസിന് ബേസ് ചെയ്താണ് ചെന്നൈയുടെ റിസൾട്ട് പോകുന്നത്. അപ്പൊ ബാക്കിയുള്ള പ്ലേയേഴ്സായ ഋതുരാജ് ഗായിക്വാഡ്, ബോളേഴ്സായ അൻഷുൽ കംബോജ്, പർപ്പിൾ ക്യാപ്പിൽ 4ാം സ്ഥാനത്തുള്ള അൻഷുൽ കംബോജ്, അതുകൂടാതെ നൂർ അഹമ്മദ്, അതുകൂടാതെ പ്ലേയേഴ്സ് പിന്നെ പരിക്കിന്റെ പിടിയിലായ ആയുഷ് മെത്താരെ, മഹേന്ദ്ര സിംഗ് ധോണി, ഇങ്ങനത്തെ പ്ലേയേഴ്സിന്റെ കാര്യം നമ്മൾ നോക്കേണ്ടതാണ്. അതുകൂടാതെ സർഫറാസ് ഖാൻ, ബ്രവിസ്, സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ബ്രവിസ്, ഇങ്ങനത്തെയുള്ള പ്ലേയേഴ്സും മുന്നോട്ട് വരേണ്ടതാണ്. സഞ്ജുവിന്റെ തോളിൽ കയറിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് 3 മത്സരം വിജയിച്ചിരുന്നത്. ഇനി ബാക്കിയുള്ള മത്സരങ്ങളിലൂടെ ബാക്കിയുള്ള താരങ്ങളുടെ പെർഫോമൻസ് അനുകൂലമായിരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ഒരു കാര്യം കൂടി, ഇപ്പോൾ ചെന്നൈയുടെ ഒരു ബാറ്റിംഗ് നിര തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവർക്ക് കളിക്കളത്തിൽ താളം തെറ്റുന്നതായിട്ട് കണ്ടിട്ടില്ലേ? പലപ്പോഴും ആ ഒരു നമ്മൾ ക്രീസിൽ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുന്നിടത്തായിരിക്കും അവർക്ക് തോൽവി നേരിടേണ്ടി വരുന്നത് അല്ലേ? പ്രത്യേകിച്ച് ശിവൻ ദുബൈനെയൊക്കെ ഇറക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ ഒരു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അറേഞ്ച്മെന്റ്സ് ശരിക്കും പറഞ്ഞാൽ ചെന്നൈ മുന്നേ ഒന്ന് നടത്തേണ്ടിയിരുന്നില്ലേ? ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പരിക്കാണ് ചെന്നൈക്ക് ഏറ്റവും പാടായി മാറിയിരിക്കുന്നത്. കാരണം 2 ടോപ്പ് ബാറ്റ്സ്മാൻമാരാണ് പരിക്കിലോട്ട് എത്തിയിരിക്കുന്നത്. അതിന് പകരമാണെങ്കിൽ ഫോറിൻ പ്ലേയേഴ്സിന്റെ അഭാവം നമുക്ക് കാണാനുണ്ട്. അപ്പാടെ ബ്രവിസ് മാത്രമാണ് ഫോറിൻ പ്ലേയേഴ്സിൽ നിന്ന് വരുന്നത് ബാറ്റ്സ്മാനായിട്ട്. വേറെ അധികം ആരെയും നമ്മൾ ഇതുവരെ കണ്ടില്ല പിച്ചിൽ. അപ്പോൾ ബാറ്റിംഗ് തീർച്ചയായും സഞ്ജുവിന്റെ ഒരു സാന്നിധ്യം മാത്രമാണ് ഇതുവരെ ചെന്നൈക്ക് അനുകൂലമായിട്ടിരിക്കുന്നത്. ബാക്കി നമ്മൾ നേരിട്ട മത്സരത്തിൽ കാണേണ്ടിയിരിക്കുന്നു. മുംബൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൗളർ നിരയിലാണ് ഒരു മാറ്റം വരേണ്ടതല്ലേ? ഈ സീസണിലെ വൻ പ്രതിസന്ധി നേരിടുന്ന ഒരു ടീം തന്നെയാണ് മുംബൈ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പോഴുള്ള ഓരോ മത്സരവും അവർക്ക് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ആ ഒരു തിരിച്ചുവരവിലേക്ക് തന്നെ സംഘം എത്തുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? മുംബൈയുടെ ബോളിംഗ് ആണ് കുറച്ചും കൂടെ നോക്കേണ്ടിയിരിക്കുന്നത്. ഫാസ്റ്റ് ബോളേഴ്സ് ആണെങ്കിലും സ്പിന്നേഴ്സ് ആണെങ്കിലും കുറച്ചും കൂടെ ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും
ഇതുവരെ ഷൈൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഹർദിക് പാണ്ഡ്യക്കെതിരെയാണ് തന്നെ ട്രെൻ ബോൾട്ട്, ന്യൂസിലൻഡ് ഫാസ്റ്റ് ബോളർ, ഇങ്ങനെയുള്ള ഫാസ്റ്റ് ബോളേഴ്സിന്റെ നല്ല പെർഫോമൻസ് മുംബൈക്ക് നിർണായകമായിരിക്കുകയാണ് നിലവിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.